ഈ നേതൃയോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ സംഘടനാ ഭാരവാഹികൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയ സംഘടനാ പർവത്തിന് ശേഷം 30 ജില്ലകളായി, സംഘടനാ ജില്ലകളായി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പുനഃസംവിധാനം ചെയ്തതിന് ശേഷം നടക്കുന്ന തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ആദ്യത്തെ നേതൃയോഗമാണ്. സംഘടനാ പർവം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിയോജക മണ്ഡലം ഭാരവാഹികൾ വരെയുള്ള ഘടകങ്ങൾ അതിൻ്റെ സംഘടനാ പർവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനഃസംഘടന പൂർത്തിയായി. ജില്ലാതലത്തിൽ അധ്യക്ഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തതിന് ശേഷം ഭാരവാഹികളെ തീരുമാനിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും എന്ന് ദേശീയ തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതിന് ശേഷവും ഭാരവാഹികളെ തീരുമാനിക്കുന്നത് നടക്കാത്തത്. സംസ്ഥാന അധ്യക്ഷനെ തീരുമാനം ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ജില്ലാതലത്തിലുള്ള ഭാരവാഹികളുടെയും തീരുമാനമുണ്ടാകും. പക്ഷേ പാർട്ടി പ്രവർത്തനം, അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള അനിശ്ചിതത്വവും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും ആനുകാലികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകളും അതോടൊപ്പം നടത്തേണ്ട പരിപാടികളും ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ജില്ലാ തലത്തിലുള്ള നേതൃയോഗങ്ങൾ കൂടാൻ തീരുമാനമെടുത്തു. ഇതിൻ്റെ തുടർച്ചയായി മണ്ഡലം തലത്തിലുള്ള സമ്പൂർണ്ണ മണ്ഡലം കമ്മിറ്റി, ആ മണ്ഡലം കമ്മിറ്റി ചേർന്ന് തുടർ നടപടികളിലേക്ക് പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഏരിയ തലത്തിലുള്ള കമ്മിറ്റികളുടെ പുനഃസംഘടന ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ പുനഃസംഘടനയും പൂർത്തിയാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് ഈ തിരുവനന്തപുരം സിറ്റി ജില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത അളവുകളിൽ നമ്മൾ ആ സ്വാധീനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കോർപ്പറേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്രത്തോളം വന്നില്ലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വാധീനം നമ്മൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയെ സംഘടനാ തലത്തിൽ കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഫലം, ആ ഫലത്തിന് അനുസൃതമായിട്ടുള്ള ഫലം നിയമസഭയിലും കോർപ്പറേഷനിലും ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ വിലയിരുത്തണം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനാ പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ല. പകരം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് നമ്മളത് പ്രവർത്തിക്കാൻ പോകുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കേരളത്തിലെ പ്രബലരായിട്ടുള്ള 2 മുന്നണികളും ആ മുന്നണികൾക്ക് നേതൃത്വം നൽകുന്നവരും അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണും, കഴിഞ്ഞ ദിവസം CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അതിൽ നടന്ന ചർച്ച വലിയ തോതിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്.
BJP ദുർബലമാണെങ്കിൽ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. BJP ശക്തമായതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. ശക്തരായിട്ടുള്ള ആളുകളെ ആദ്യം ഏതൊരു സംഘടനയെക്കുറിച്ചും ആദ്യം ഉണ്ടാകുന്ന സാഹചര്യം അവഗണനയാണ്. അവർ വലിയ കാര്യമൊന്നുമില്ല, അവരെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം എതിർക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടമാണ് അംഗീകരിക്കുക. ഇപ്പോൾ എതിർക്കുക എന്നുള്ള ഘട്ടത്തിലാണ് പ്രതിയോഗികൾ നമുക്കെതിരായിട്ട് എടുക്കുന്ന സമീപനം. ആ എതിർക്കുക എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ദൗർഭാഗ്യകരം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ 2 മുന്നണികൾ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടുള്ള ഈ പടപ്പുറപ്പാടിൻ്റെയും ഈ എതിർപ്പിൻ്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾ. പകരം ഈ 2 ശക്തികളും, 2 പ്രബലരായിട്ടുള്ള 2 പാർട്ടികൾ, ആ പാർട്ടികൾ നേതൃത്വം നൽകുന്ന മുന്നണികൾ, അതോടൊപ്പം അവർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു എക്കോസിസ്റ്റം, അവർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അവരോടൊപ്പം നിൽക്കുന്ന പല സംവിധാനങ്ങൾ, ആ പല സംവിധാനങ്ങളിൽ മാധ്യമങ്ങളിൽ പെടുന്ന, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ എങ്ങനെയാണ് കുംഭമേളയെ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. ആ ചാനൽ അവതാരിക ഈ കുംഭമേളയിൽ പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ BJP വളർന്നു വരുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് പറഞ്ഞ പരാമർശങ്ങൾ നാളെ ഹജ്ജിന് പോകുന്നവരെ കുറിച്ച് പറയാൻ ധൈര്യപ്പെടുമോ? വത്തിക്കാനിൽ പോകുന്നവരെ കുറിച്ച് പറയാൻ ധൈര്യപ്പെടുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൽ BJP വളരുന്നതിൻ്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ കുംഭമേളയെ അടക്കം അപഹസിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങളടക്കം നടത്താൻ മാധ്യമ ലോകത്ത് തന്നെയുള്ള ആളുകൾ, അവരാരും CPM-ന്റെ ഭാരവാഹികളല്ല, അവരാരും കോൺഗ്രസിൻ്റെ ഭാരവാഹികളല്ല. പക്ഷേ ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഗംഗാസ്നാനം നടത്തുന്നത് എങ്ങനെയാണ് BJP-ആയിട്ട് ബന്ധപ്പെടുന്നത്? BJP ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പുള്ളതാണ് ഗംഗാസ്നാനം. നാളെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ഇത് പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ചും ഇത് പറയാം. പക്ഷെ അതേ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഹമാസ് ഭീകരവാദികളുടെ അടക്കം പടം എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ചിത്രം കണ്ടപ്പോൾ അതൊരു മതത്തിൻ്റെ ഉത്സവമല്ല, ഒരു ദേശത്തിൻ്റെ ഉത്സവമാണ്. ഇനി ദേശത്തിൻ്റെ ഉത്സവമാണെങ്കിൽ പോലും ആ ദേശത്തിൻ്റെ ഉത്സവത്തിൽ ഈ തരത്തിലുള്ള ഭീകരവാദികൾ എഴുന്നള്ളിച്ച് നടത്തുന്നവർക്കെതിരായിട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന നിയമ സംവിധാനങ്ങളോ നടപടിയെടുക്കുന്നില്ല? നടപടിയെടുക്കില്ല. കാരണം അതാണ് കേരളത്തിലെ സാഹചര്യം. ഈ സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് സമ്പൂർണമായും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തെയും എങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ കരിവാരിത്തേൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ദൃഷ്ടികോണിലൂടെയാണ്, അങ്ങനെയുള്ള ഒരു വീക്ഷണത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ ഈ 2 മുന്നണികൾ നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണമാണ് ആഴക്കടൽ ഖനനം. ഇതാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഞാൻ ആ വാക്ക് തന്നെ സമ്പൂർണ്ണമായും തെറ്റായിട്ടുള്ള വാക്കാണ്. ഒരു ഖനനവും നടക്കുന്നില്ല. നടക്കാൻ പോകുന്നത് മണൽ വാരലാണ്. ഈ മണൽ വാരൽ ഇപ്പോൾ പുതുതായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തതിന് ശേഷം തുടങ്ങാൻ പോകുന്ന കാര്യമാണ്. മണൽ വാരുന്നത് നമ്മുടെ നദികളിൽ നിന്ന് എത്രയോ കാലമായിട്ട് മണൽ വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരും ആക്ഷേപിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല. അതിൻ്റെ പേരിലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്ര വലിയ ചർച്ച നടക്കുന്നില്ല. കേന്ദ്ര സർക്കാർ 2002 അന്നത്തെ കേന്ദ്ര സർക്കാർ, ആ സർക്കാർ കൊണ്ടുവന്ന നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2012 UPA സർക്കാരാണ് ഈ തരത്തിലുള്ള കടലിൽ നിന്ന് ഖനനം നടത്താൻ, ഞാൻ ഇപ്പോൾ പറയുന്ന ഈ പ്രശ്നത്തുമായിട്ട് നിന്ന് കുറച്ച് വ്യത്യാസമുള്ള രീതിയിൽ പറയും, കടലിൽ നിന്ന് ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത് UPA സർക്കാരിൻ്റെ കാലത്താണ്.
അന്ന് UPA സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് അതിനു വേണ്ടിയിട്ട് താല്പര്യപത്രങ്ങൾ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 62 കമ്പനികൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചു. ഈ 62 കമ്പനികളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ അത് 6 കമ്പനികൾ 62 പേരുകളിൽ സമർപ്പിച്ചതാണ് എന്ന് വ്യക്തമായപ്പോൾ അത് റദ്ദ് ചെയ്യേണ്ടി വന്നു. റദ്ദ് ചെയ്തപ്പോൾ ഈ റദ്ദ് ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഈ 62 കമ്പനികളുടെ ആളുകൾ കോടതി പോയി. കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു, ഈ 62 കമ്പനികൾ അപേക്ഷിച്ചിട്ടുള്ള ഈ ബ്ലോക്കുകൾ തൽക്കാലം ആർക്കും കൊടുക്കരുത്. ബാക്കിയുള്ള ബ്ലോക്കുകളിൽ എന്ത് തീരുമാനം വേണമെങ്കിലും സർക്കാരിനെടുക്കും. 2023 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2002 നേരത്തെ ഉണ്ടായിരുന്ന നിയമം, ആ നിയമത്തിൽ ഭേദഗതി വരുത്തി. ഞാനിത് പറയാൻ കാരണം 2002 നിയമത്തിൽ UPA സർക്കാരിൻ്റെ കാലത്ത് തുടർ നടപടികൾ എടുത്തിരുന്നു. UPA സർക്കാർ അത് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചതല്ല. പിന്നെ UPA സർക്കാരിലേക്ക് വരുന്നതിന് മുൻപ് കേരളത്തിലെ UDF സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് ഈ രാജ്യത്താദ്യമായിട്ട് കടലിൽ നിന്ന് മണലെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനം എടുത്ത് ഒരു ബഹ്റിൻ കമ്പനിയുമായിട്ട് കരാറിൽ ഒപ്പിട്ട്, ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ് അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ തൽക്കാലം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് 2023 നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടലിൽ നിന്ന് നിരവധി വസ്തുക്കൾ, ധാതുക്കൾ, അതാണ് ഈ ധാതുഖനനം എന്നുള്ള വാക്ക് വരാനുള്ള കാരണം. അതാണ് ധാതുക്കൾ എടുക്കാൻ വേണ്ടി, ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. 13 സ്ഥലങ്ങൾ അതിനു വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്തു. 3 സ്ഥലങ്ങൾ കൊല്ലം, 3 സ്ഥലങ്ങൾ ഗുജറാത്തിലെ പോർബന്തറിനടുത്ത്, 7 സ്ഥലങ്ങൾ നിക്കോബാർ. ഈ 13 സ്ഥലങ്ങളിൽ കൊല്ലത്തിനടുത്ത് നിന്ന് എടുക്കാൻ പോകുന്നത് മണല്. എന്ത് മണല്? കൺസ്ട്രക്ഷൻ സാൻഡ് എന്നാണ് എൻ്റെ പേര്. വെറും മണലല്ല, നിർമ്മാണത്തിന് വേണ്ടി കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള മണൽ. ഗുജറാത്തിലെ 3 ബ്ലോക്കുകളിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ചുണ്ണാമ്പ്, ലൈം സ്റ്റോൺ. കാരണം അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിമന്റ് ഉൽപാദനത്തിന് അസംസ്കൃത വസ്തുവായിട്ടുള്ള ചുണ്ണാമ്പ്. നിക്കോബാറിൽ ധാതുഖനനം, കോബാൾട്ട്. ധാതുഖനനം എന്തിനു നടത്തുന്നു? ഇപ്പോൾ ലോകം മുഴുവൻ പുനരുപയോഗ ഊർജം അല്ലെങ്കിൽ ഹരിത ഊർജം, ഗ്രീൻ എനർജി, ഇത് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കൽക്കരിയും അല്ലെങ്കിൽ എണ്ണയും, ഡീസൽ, പെട്രോൾ തുടങ്ങിയിട്ടുള്ള ഫോസിൽ ഫ്യൂവലുകൾ, ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടാക്കും, പാരിസ്ഥിതിക പ്രദൂഷണം ഉണ്ടാക്കും. അതുകൊണ്ട് ഹരിത ഊർജത്തിലേക്ക് മാറണം എന്നുള്ളത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഹരിത ഊർജം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, സോളാർ, ഇതൊക്കെയാണ് ഹരിത ഊർജത്തിന്റെ അടിസ്ഥാനം. ഇതെങ്ങനെയുണ്ടാവും? ഇതിനാവശ്യമായിട്ടുള്ള മിനറൽസ് വേണം. ഇലക്ട്രിക് വാഹനങ്ങൾ, രാജ്യം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങൾ, ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാകണമെങ്കിൽ മിനറൽസിൽ നിന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. സോളാർ പാനലുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് മിനറൽസ് വേണം, ധാതുക്കൾ വേണം. ഈ ധാതു എവിടെ നിന്ന് കിട്ടും? ധാതു ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാം. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് പോലെ തന്നെ ആഴക്കടലിൽ നിന്നും കുഴിച്ചെടുക്കാം. അങ്ങനെ ആഴക്കടലിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പമാണോ എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് ധാതുക്കൾ കടലിൽ നിന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഈ തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് നിക്കോബാറിൽ നിന്ന് കോബാൾട്ട് കുഴിച്ചെടുക്കാൻ, കോബാൾട്ട് കണ്ടെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. അത് ഖനനമാണ്, മൈനിങ് ആണ്. മണല് എടുക്കുന്നത് ഡ്രഡ്ജിങ് ആണ്. നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും
ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് എടുത്തു മാറ്റുന്ന രീതിയുണ്ട്. അതായത് മണൽ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മണലാണ് എന്ന് പറയുന്നത്. ആ വസ്തു കുറെ കൂടി സൂക്ഷ്മമായിട്ടുള്ള കണികകളാണെങ്കിൽ അത് ചെളിയാവും, ക്ലേ. അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതാണെങ്കിൽ സിൽട്ടാവും. ഇപ്പം മണൽ എന്ന് പറയുന്നത്, ആ മണൽ തന്നെ എങ്ങനെ വന്നു? ഈ മണൽ ഭൂമിക്കടിയിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല. 18,000 വർഷങ്ങൾക്ക് മുൻപ്, ഇതൊക്കെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. ഭൂമി ഇന്നത്തെ കടലിന്റെ സ്ഥിതി 120 മീറ്റർ മുന്നിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുൻപുള്ള കാലത്ത് അതിനും വ്യത്യാസം ഉണ്ടാവും. നദികളിലൂടെ ഒഴുകിയ മണൽ കടലിൽ ചെന്ന് പതിച്ചു. ആ മണലാണ് ഇപ്പോ നമ്മൾ മണൽ വാരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴക്കടൽ ഖനനം എന്നുള്ള വാസ്തവത്തിൽ ആ വാക്ക് തന്നെ തെറ്റിദ്ധാരണജനകമാണ്. കടലിലെ മണൽ വാരലാണ് നടക്കുന്നത്. ഡ്രഡ്ജിങ്, ഇംഗ്ലീഷിലുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മൈനിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഡ്രഡ്ജിങ്, മലയാളത്തിലുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആഴക്കടൽ ഖനനം എന്നുള്ളതിന് പകരം കടലിൽ നിന്ന് മണൽ വാരാൻ. കടലിൽ നിന്ന് മണൽ വാരാൻ കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചു. ഈ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ള പ്രദേശം, ആ പ്രദേശം മീൻപിടുത്തക്കാരെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് കോൺഗ്രസും CPM നടത്തുന്ന പ്രചരണം. മീൻ പിടിക്കുന്ന മേഖലയിലുള്ള ആളുകൾക്കറിയാം, കൊല്ലത്ത് മീൻ പിടിക്കുന്ന മേഖലയെക്കുറിച്ച് പറയുന്നത് കൊല്ലം പരപ്പ് എന്നാണ്. അതാണ് മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ്, കൊല്ലം പരപ്പ്. അതൊരു പ്രദേശമാണ്, കുറെ കിലോമീറ്ററുകൾ വിസ്തീർണമുള്ള പ്രദേശം. ആ കൊല്ലം പരപ്പിൽ നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ മണൽ വാരൽ നടക്കാൻ പോകുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ തീരം മുഴുവൻ മണൽ വാരൽ നടക്കാൻ പോകുന്നു, ഖനനം നടക്കാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പ്രചരണം നടത്തുന്നത്. നടത്താൻ പോകുന്ന പറഞ്ഞ മണൽ വാരൽ കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ 0.11% സ്ഥലമാണ് ഈ മണൽ വാരൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള സ്ഥലം. ഭരണഘടനയുടെ 297 വകുപ്പ് അനുസരിച്ച് 12 നോട്ടിക്കൽ മൈൽ, അതായത് 22 കിലോമീറ്റർ വരെ ഭൂമിയിൽ നിന്ന്, തീരത്ത് നിന്ന് 22 കിലോമീറ്റർ വരെയുള്ള പ്രദേശം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ പ്രദേശത്തുള്ള മത്സ്യങ്ങളും അതുപോലെയുള്ള വസ്തുക്കളുടെയും അധികാരം സംസ്ഥാന ഗവൺമെന്റിന് അടക്കമുണ്ട്. അതിനപ്പുറത്ത് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ആ പ്രദേശത്ത് എല്ലാ തരത്തിലുള്ള ഗവേഷണവും നടത്താനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു ചുമതലയില്ല, ഒരു അധികാരമില്ല. 12 നോട്ടിക്കൽ മൈൽ വരെയാണ് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള അധികാരമുള്ളത്. ഈ പറഞ്ഞ 200 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ വരെയുള്ള കേരളത്തിന്റെ തീരപ്രദേശം മുഴുവൻ വിസ്തീർണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1% 10 അതാണ് 0.11. 1% 9 എന്ന് വേണം കൂട്ടാം. 1% 9 പ്രദേശത്ത് മാത്രം, ആ പ്രദേശത്ത് മാത്രമാണ് ഈ പറഞ്ഞ മണൽ വാരൽ നടക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ചാണ് കേരളം മുഴുവൻ മുങ്ങിപ്പോകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ പ്രചരണം നടക്കുന്നത്. ഇത് പുതിയ സംഭവമല്ല. 2014 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2014 നരേന്ദ്രമോദി വന്നപ്പോൾ അന്ന് നടന്ന പ്രചാരണം മീന കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. 10 കൊല്ലം മുമ്പ് അന്ന് ഒരു 3-4 കൊല്ലക്കാലം മീന കമ്മിറ്റി ശുപാർശകൾക്കെതിരായി മീനാകുമാരി കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കരുത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മീനാകുമാരിയും പോയി, മീനാകുമാരിയുടെ കമ്മിറ്റിയും ഇല്ല, ശുപാർശയില്ല, എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. CAക്കെതിരായിട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി. CAയുടെ പേരിൽ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഏതെങ്കിലും ഒരാളെ പാകിസ്ഥാനിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ടോ?
ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത്. ഒരാളെ പോലും കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. പക്ഷേ കേരളത്തിൽ എത്ര വലിയ പ്രക്ഷോഭം നടന്നു, കേരളത്തിൽ എത്ര വലിയ ബഹളം ഉണ്ടാക്കി. ഇതേപോലെ നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ എങ്ങനെ വേണമെങ്കിലും വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചില ആളുകളുടെ കൂടി സഹായത്തോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള, കേരളത്തിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന ആൾക്കാർ. ഇത് പ്രതിരോധിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ പ്രതിരോധിക്കാൻ പറ്റൂ. ഇതിലെ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെയും ഒക്കെ സമീപിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു പ്രചരണമല്ല. ഈ പ്രചരണത്തിൻ്റെ കൂടെ ഇപ്പോൾ ആശാ പ്രവർത്തകരുടെ സമരം നടക്കുന്നതിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണമുണ്ട്. കേന്ദ്രം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഒരു സ്കീമാണ്. ആ സ്കീമിലുള്ള ആളുകൾക്ക് അവരെ അപ്പോയിന്റ് ചെയ്യുന്നതടക്കം സംസ്ഥാന ഗവൺമെന്റുകളാണ് അവരെ തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ട് ഒരാളെയും തെരഞ്ഞെടുത്തിട്ടില്ല. ഉണ്ടോ? കേന്ദ്ര സർക്കാർ സ്കീം നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ ഏൽപ്പിച്ചു. സംസ്ഥാനം അതിൻ്റെ നടപടികൾ എടുത്തുകൊണ്ട് അവരാൾക്കാരെ തെരഞ്ഞെടുത്തു, അവരെ നിയമിച്ചു. അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം നൽകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ചില പദ്ധതികൾ, ആ പദ്ധതികളിൽ നടത്തുന്ന പ്രവർത്തനത്തിനുള്ള ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നു. അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി ബാക്കിയുള്ള ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള പണം കേന്ദ്ര സർക്കാർ നൽകുന്നു ഒരുമിച്ച്. ഇതിൽ എത്ര തുക പ്രതിഫലമായിട്ട് നൽകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണ്. അതുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ആ സർക്കാരുകൾ എത്ര ജോലി കൊടുത്തിട്ടുണ്ട്, എത്ര കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനവും അവരവരുടേതായിട്ടുള്ള തുക നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിക്കിമും ആന്ധ്രാപ്രദേശും 10,000 രൂപ കൊടുക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ 5,000 കൊടുക്കുന്നു, ചിലർ 7,000 കൊടുക്കുന്നു, ചിലർ 6,000 കൊടുക്കുന്നു, 4,000 കൊടുക്കുന്നു. കാരണം അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ എന്താണ് എന്നുള്ളത്, അത് ഏൽപ്പിച്ച ആളുകൾ സംസ്ഥാനമാണ്, കേന്ദ്രമല്ല. കേന്ദ്രമാണല്ല ഏൽപ്പിച്ചത്. ഇവരെല്ലാവരും ഇന്ത്യ മുഴുവൻ സമാനമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ, സമാനമായിട്ടുള്ള ചുമതലകളാണ് നിറവേറ്റുന്നതെങ്കിൽ സമാനമായിട്ടുള്ള വേതനം അല്ലെങ്കിൽ പ്രതിഫലം അവർക്ക് നൽകണമെന്ന് വേണം പറയാം. പക്ഷെ പ്രചരണം എന്താ? പ്രചരണം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? 2005 ഈ പദ്ധതി നടപ്പിലാക്കിയത്. 2005 ഈ പദ്ധതി തുടങ്ങുന്നത്. 2005 UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതി 2004 വാജ്പേയി സർക്കാർ പുറത്തുപോയി, പകരം മൻമോഹൻ സിംഗിന്റെ സർക്കാർ വന്നു. 2005 ഇത് നടപ്പിലാക്കുന്നു. 2005 നടപ്പിലാക്കി 2014 വരെ 10 കൊല്ലക്കാലം 1000 രൂപയായിരുന്നു ഇൻസെന്റീവ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ അത് നേരെ ഇരട്ടിയാക്കി, 2000. 1000 കൂട്ടിയുള്ളൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ കിട്ടുന്ന 1000ന്റെ മുകളിലാണ് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ 100% വർധനം 2000 ആക്കി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ്, ആ അവസാന ബജറ്റിൽ ഇവർക്കെല്ലാവർക്കും 5 ലക്ഷം വീതം ആനുകൂല്യം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കി. നരേന്ദ്രമോദി സർക്കാർ ഇവർക്ക് ഇനി വർദ്ധിപ്പിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ ആനുകൂല്യങ്ങൾ എത്രയായിരിക്കണം അതൊക്കെ കാലാകാലങ്ങളിൽ സർക്കാർ വേണ്ട തീരുമാനങ്ങളെടുക്കും. പക്ഷെ ഇവിടെ ആശാ വർക്കർമാരോട് നിങ്ങൾക്ക് ദിവസം 700 രൂപ തരും എന്ന് വാഗ്ദാനം ചെയ്തത് ഈ ഇടതുപക്ഷ മുന്നണിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവരെ പണിയെടുപ്പിച്ചത്. അതിനുശേഷം ഭരണത്തിൽ വന്നതിന് ശേഷം 21,000 ഇല്ല, 10,000 ഇല്ല, 7,000 ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അവർ സമരം ചെയ്യാൻ വരുമ്പോൾ കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറയുന്നത് തന്നെ
21,000 വാഗ്ദാനം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ തരികയാണെങ്കിൽ ഞങ്ങൾ 21,000 തരും എന്ന് പ്രകടന പത്രികയിൽ എവിടെ എഴുതിയിട്ടില്ല. പകരം ഞങ്ങൾ 21,000 തരും. നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഞങ്ങൾക്ക് അതിനുള്ള വഴിയുള്ളതുകൊണ്ടാണല്ലോ അതങ്ങനെ പറയുന്നത് എന്നല്ലേ ഏതൊരാളും ധരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ചുമത്തുന്നത് തന്നെ കേരള സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മ, കേരള സർക്കാരിൻ്റെ കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ മുകളിൽ കുറ്റം ചുമത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരടക്കം നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്? സാർ, കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും വർദ്ധിക്കാൻ പറയണം. അപ്പോൾ ഈ ആളുകളിടയിൽ എങ്ങനെ തെറ്റിദ്ധാരണ പടർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രചരണം, ആ പ്രചരണം നടത്തുന്ന കാര്യത്തിൽ ഇവർ ഒറ്റക്കെട്ടാണ്. കാട്ടാന ചവിട്ടിക്കൊല്ലുമ്പോഴും കടുവയെ ആക്രമിക്കുമ്പോഴും ഒക്കെ പറയുന്നത് എന്താ? കേന്ദ്രം സഹായിക്കുന്നില്ല. ഭൂപേന്ദ്ര യാദവ്ജി കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഇതുപോലുള്ളൊരു സംഭവം നടന്നപ്പോൾ നേരിട്ട് അദ്ദേഹം വന്നു, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടി. അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു, കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, ആ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വനം മന്ത്രിയുടെ പ്രസ്താവന വന്നു, കാട്ടിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കും. ഇത് 2 കൊല്ലം മുമ്പേ കേന്ദ്രം പറയുന്നത്. 2 കൊല്ലം മുമ്പ് കേന്ദ്രം പറയുന്നത് നടപ്പിലാക്കാത്ത ആളുകൾ ഇപ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ സ്വയം എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള ധാരണയിൽ പറയുകയും അത് അതേ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ 2 പ്രതിപക്ഷ പാർട്ടികളും അവർ നേതൃത്വം നൽകുന്ന മുന്നണിയും അതോടൊപ്പം അവർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു എക്കോസിസ്റ്റവും ഇതിനെതിരായിട്ട് വിജയിച്ചുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിന് ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും ബൂത്ത് തലത്തിലുള്ള സാധാരണ ജനങ്ങളോട്, ആ ജനങ്ങളുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട്, ആ ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ട്, സംവദിച്ചുകൊണ്ട്, ഇടപഴകിക്കൊണ്ട് വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ഇത് മാത്രമല്ല, ഇപ്പോൾ MNREGA കാര്യത്തിൽ പ്രചരണം നടക്കുന്നത് തൊഴിലുറപ്പിന് കേന്ദ്ര സർക്കാർ പണം വെട്ടിക്കുറച്ചത് കൊണ്ടാണ് പണം കിട്ടാത്തത്. ഇങ്ങനെ ഓരോ പദ്ധതിയെക്കുറിച്ചും ആ പദ്ധതികളെക്കുറിച്ചൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി നിലനിൽക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. കുറച്ച് വ്യത്യാസത്തോടു കൂടി തമിഴ്നാട്ടിലാണ്. കാരണം ഇപ്പോൾ 3 ലാംഗ്വേജ് ഫോർമുലയുടെ പേര്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും മാതൃഭാഷയിൽ അധ്യയനം നടത്തണമെന്നാണ്. മാതൃഭാഷയിൽ അധ്യയനം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. തമിഴ്നാട് ഗവൺമെന്റ് എന്താ പറയുന്നത്? തമിഴിൽ ഞങ്ങളില്ല, തമിഴ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിരോധമല്ല, 3 ഭാഷകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പഠിച്ചാൽ. പക്ഷേ ബോധന മാധ്യമം മാതൃഭാഷയിലാക്കുക തമിഴ്നാട് മാറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ബോധന മാധ്യമം മാതൃഭാഷയിലാക്കുക എന്നുള്ള ആശയം, ഈ ആശയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നേ. കേരളത്തിൽ നടക്കുന്നത്ര കേന്ദ്ര സർക്കാരിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നടക്കുന്നുണ്ടാവില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ തങ്ങളുടെ നേട്ടങ്ങളായിട്ട്, സ്വന്തം നേട്ടങ്ങളായിട്ട് അവതരിപ്പിക്കാൻ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദേശീയപാത 2025 പ്രാവർത്തികമാക്കുമെന്ന് ബജറ്റിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഒറ്റ പൈസ കേരള ഗവൺമെന്റ് ചെലവാക്കാതെയാണ് അത് ചെയ്യുന്നത്. 25% ഭൂമി ഏറ്റെടുക്കലിന്റെ പണം ഞങ്ങളാണ് കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഞങ്ങളുടേതാണ് എന്നിപ്പോഴും അവകാശപ്പെടുകയാണ്. കഴക്കൂട്ടത്ത് നമ്മുടെ ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിതിൻ ഗഡ്കരിജിയും പിണറായി വിജയനും ഒരുമിച്ചിരുന്ന വേദിയിൽ ഞാൻ നേരിട്ട് വസ്തുതകൾ എടുത്തു പറഞ്ഞിരുന്നു. കേരളം മാത്രമല്ല, ഇത് നിരവധി സംസ്ഥാനങ്ങൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കേരളം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണം.
വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച നടത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2012 കൊടുത്ത മറുപടി, ആ മറുപടി ഉണ്ട്. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ദുരന്തങ്ങളെ അതിൻ്റെ തീവ്രത അനുസരിച്ച് കണക്കാക്കുന്ന രീതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. ഇതൊന്നും നരേന്ദ്രമോദി സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളല്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ കരിവാരിത്തേച്ച് കാണിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തുന്ന രണ്ട് മുന്നണികളുടെ ഇടയിലാണ്, അതിന് പ്രചാരം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഇടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും താഴെത്തട്ടിൽ ഇതിനെല്ലാം എതിരായിട്ട് വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല കൂടിയാണ് തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആ ചുമതല നിർവഹിക്കേണ്ടി വരിക. കാരണം ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള കേരളത്തിലെ ജില്ലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് തിരുവനന്തപുരമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്വവും നമ്മുടേതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.